ഉപദേശം പോകൂല ഒരു ലെവലേശം അത് വേഗൂല എന്റെ നേർക്ക് തോന്നലിന്റെ കാര്യം പോകാൻ ഇത് എന്റെ സ്വന്തം വാക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും വീട്ടിലെ സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പൊ എന്റെ പേര് പ്രത്യൂഷ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് ലേപ്പാക്ഷിയിലേക്കാണ്. ഇവിടുന്ന് 593 കിലോമീറ്റേഴ്സ് ഉണ്ട്, ഏകദേശം ഒരു 600 കിലോമീറ്റേഴ്സ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് എന്റെ ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ, വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. രണ്ടാമത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മൂന്നാമത് ഞാൻ അടിയിൽ തന്നെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം അതിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഫോളോ അമർത്തുക. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ടർഫ് ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ അടുത്തായിട്ട് നല്ലൊരു ടർഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. ഹലോ ഗൈസ്. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി മുകളിൽ ആരുമില്ല, അടിയിലാണ് മിക്ക ആൾക്കാരും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ്സിന്റെ അടുത്തായിട്ട് ഇവിടെ ആരും ആൾക്കാരില്ല. ഡയറക്റ്റ് ഒരു സീറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ട്രെയിൻ പറഞ്ഞാൽ കുറച്ച് സേഫാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ആൾക്കാരും കുറവാണ്. ഞാൻ ഈ മാസ്ക് പ്രത്യേകം പോയി മനസ്സിലാട്ടോ. നമ്മുടെ മുമ്പത്തെ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ മുമ്പ് ഞാൻ ഒരു ഗെയിമിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു ബണ്ടിൽ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം ഈ ഒരു മോഡൽ മാസ്കാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പോയി ഈ മോഡൽ മാസ്ക് വാങ്ങിച്ചതാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ അത് ഇവിടെ സൈഡിലിടാം. അപ്പം നമ്മുടെ ട്രെയിൻ ജേർണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൃഷ്ണരാജപുരം പറഞ്ഞ സ്റ്റേഷനിൽ ബാംഗ്ലൂരിൽ നിൽക്കുകയാണ്. കേരളം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കൊറോണേൻ്റെ ആ കാരണം പറഞ്ഞിട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒക്കെ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ നിറഞ്ഞു. അത്യാവശ്യം കുറേ പേരുണ്ട് ഇവിടെ. ഇനി നമുക്ക് കാർ ജേർണിയാണ്. അപ്പോൾ കാറ് വരും ഇവിടെ, ടാക്സി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാർ ജേർണി ഒരു 3 hours. ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും കുറേ ട്രാവൽ ചെയ്തതല്ലേ, കഴിച്ചിട്ട് കുറേ സമയമായി. അപ്പോൾ കഴിക്കാൻ പോകണം. ഇവിടുത്തെ കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ. അയ്യോ പ്രജ്വൽ, ഗൈസ് നമ്മള് ഏകദേശം രാവിലെ ഒരു 7 മണിയായി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ആകെ ഇഡ്ഡലിയും പിന്നെ മറ്റേ ഈ കേസരി ബാത്തും ചൗ ബാത്താണ് ഇതിന്റെ പേര്, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഗൈസ്, കേരളം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാർ ജേണിയിൽ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. പിന്നെ നല്ലൊരു തണുപ്പുണ്ട് നമ്മുടെ കേരളത്തിനെ കമ്പാരിറ്റീവ്ലി. ഇവിടെ നല്ലൊരു കോൾഡ് ക്ലൈമറ്റ് ആണ്. അടുത്ത ട്രോള്
സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാർ ജേണി തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറായി. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് വെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്കൊക്കെ കയറിയിട്ട് അങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ കഴിച്ചു, ഡയറക്റ്റായിട്ട് കഴിച്ചു. ഇനിയിപ്പോൾ വീടെത്താറായി. ബാംഗ്ലൂർ മുതൽ നല്ല ഇരുട്ടായിരുന്നു, പുലർച്ചെ ടൈം. അത് കാരണമാണ് അവിടെ ഈ കാറിൻ്റെ അകത്ത് ഇരുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നത്. നല്ല സൈറ്റ് സീയിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാട്ടോ. പല നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അച്ചാച്ചൻ്റെ വീട്ടിലേക്ക്. ഫ്ലാറ്റ് ഫുള്ള് ഞങ്ങളുടെയാണ്, പക്ഷെ വേറെ ഒന്നില്ലേ. ഹലോ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ ആന്ധ്രയിലാണ് ഇപ്പോൾ നമ്മൾ ഒരു ക്വാറന്റൈൻ ചെയ്യണം ഒരു 14 ദിവസം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അനിയത്തി ഓൺലൈനിലാണ്, അപ്പോൾ അവളുടെ വിളിക്കാം. ഹലോ, ഞാനേ ട്രാവൽ വ്ലോഗ് എടുത്തോണ്ടിരിക്കുക. വല്ലതും പറയാനുണ്ടോ? എല്ലാവരും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് അടിപൊളിയായിരുന്നു, അത് അടിപൊളിയായിരുന്നു. ഓക്കെ ബൈ. ఫస్ట్ వాడరా హలో ఏమైంది దానికి అట్లా 2 లైన్స్ వస్తున్నాయి. ఏమో కాదు, ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ പോയിട്ട് നമ്മള് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുത്തുള്ളൂ. ഗൈസ്, ഇത് കണ്ടില്ലേ, നമ്മുടെ എപ്പോഴും പ്രജ്വലിന്റെ ഫുഡി വ്ളോഗ്സ്. ഇത് പറഞ്ഞ കട്ട്ലറ്റും ഇത് പറഞ്ഞ മസാലപ്പൊരിയും. ഹലോ മിസ്റ്റർ ഫുഡി വ്ളോഗ്. ഓക്കെ എന്താ പാനിപൂരി ബേൽപൂരി. ഹലോ ഗൈസ്, ഒരു ട്രാവൽ വ്ളോഗ് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തു എന്നൊക്കെ ഇടണ്ടേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹിന്ദുപുരത്തെ വെച്ചിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ശിവന്റെ അമ്പലത്തിലേക്ക് പോവാണ്. ഗൈസ്, നമ്മൾ അമ്പലം എത്തിയിരിക്കുകയാണ്. ഹലോ, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ഇതാണ് എൻട്രി. ഓ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ശിവന്റെ സ്റ്റാച്ചു. പിന്നെ നന്ദി ഓപ്പോസിറ്റ്. ഗൈസ്, ഇതാണ് അമ്പലം. ഇവിടെയാണ് അമ്പലം. എന്നിട്ട് പക്ഷെ കാണാൻ ആൾക്കാർക്ക് വന്ന് കാണാനുള്ള സ്ഥലം ഇവിടെയാണ്. നല്ല വലിയ ശിവലിംഗം. ഗൈസ്, ആ വലിയൊരു ശിവലിംഗത്തിൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ ചുറ്റും ഫുൾ ഇതുപോലത്തെ ശിവലിംഗമാണ്. ഓരോരോ ആൾക്കാർ ഇതുപോലെ വഴിപാട് കഴിക്കുന്നതാണിത്. ഇതിൽ 500-ൽ കൂടുതൽ ശിവലിംഗം ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത് ആ ലൈനിൽ. പിന്നെ വേറെ സൈഡ്സിലൊക്കെ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്.
4 മണിക്ക് തന്നെ പുറത്തത്തെ അവിടെയൊക്കെ തുറക്കും ഞാൻ ഇപ്പോൾ കാണിച്ചതൊക്കെ. പക്ഷെ 5 മണിക്ക് മാത്രമേ 5:30 5 മണി ആ ടൈമിൽ മാത്രമേ അകത്ത് ഈ ക്ഷേത്രം തുറക്കുള്ളൂ. തിരുമേനി വന്നിട്ട് തുറക്കും. വേറെയൊക്കെ വാച്ച്മാൻ തന്നെ 4 മണിക്ക് തന്നെ വന്നിട്ട് അവിടെയൊക്കെ അടിച്ചു വരല് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മള് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ലേപ്പാക്ഷിക്ക് പോകാൻ പോവാണ്. അപ്പൊ ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഞാനും എന്റെ ബ്രദറും സെയിം ഷർട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് പോവാണ് പറഞ്ഞ കാരണമാണ് അങ്ങനെ ചെയ്തത്. ഇതാണ് ലേപ്പാക്ഷിന്റെ ആ എൻട്രൻസ്. ഏൻഷ്യന്റ് അമ്പലം. നമ്മളിപ്പോ ഉള്ളത് ലേപ്പാക്ഷിയിലാണ്. ഈ ലേപ്പാക്ഷി എന്ന പേര് വരാൻ കാരണം പറഞ്ഞാൽ രാവണൻ സീതനെ കട്ടോണ്ട് പോണ ടൈമില് ജടായു എന്നൊരു പക്ഷി രാവണനെ ഫോളോ ചെയ്യണ ടൈമിലാണ്. പിന്നാലെ പോകുമ്പോൾ രാവണൻ ഇത് അറിഞ്ഞിട്ട് ജടായുവിന്റെ ചിറക് മുറിച്ചു കളയാണ് അവിടെ. അപ്പൊ ജടായു പറക്കാൻ പറ്റാണ്ട് അവിടെ കിടന്ന് വീഴും. അപ്പൊ വീഴുന്ന ടൈമില് രാമനും ലക്ഷ്മണനും ഹനുമാനും 3 പേരും ആ വഴി കൂടെ പോകുമ്പോ ഈ മരിക്കണ ഈ ജടായുവിനെ കാണും. എന്നിട്ട് ആ ജടായു പറയാണ് രാവണൻ സീതയെ കൊണ്ട് ഈ ദിശയ്ക്കാണ് പോയിരിക്കണെന്ന്. അപ്പൊ ജടായുവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് പറയണ വാക്കാണ് ലേപാക്ഷി എന്ന്. ലേപാക്ഷിന്റെ അർത്ഥം പറഞ്ഞ റൈസ് ബേർഡ്. തെലുങ്കില് ലേ പറഞ്ഞ ഉണരു പക്ഷി, ലേപാക്ഷി, അങ്ങനെയാണ് ഈ പേര് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ കുറെ ഹിസ്റ്റോറിക് മോണ്യുമെന്റ്സ് ഉണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായി കാണാൻ പോകും. ഈ ഒരു മോണ്യുമെന്റ് ഈ ലേപ്പാക്ഷി പറയുന്നത് കൃഷ്ണദേവരായന്റെ കാലത്ത് കെട്ടിയെന്നാണ് പറയണത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാലോ. പഴയ രാജാക്കന്മാർ പറയുമ്പോൾ വലിയൊരു രീതിയിൽ കെട്ടും ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അമ്പലം ഭയങ്കര വലിയ ഒരു ഏക്കർ കണക്കിനാണ് കെട്ടിയിരിക്കണത്. ഈ വീഡിയോ വല്ലാണ്ട് ലെങ്തി ആവും. ഓൾറെഡി ഇപ്പൊ ഏകദേശം ഇത് ഒരു അരമണിക്കൂറിന്റെ അത്ര ഉണ്ടാവും. लाइक करो, शेयर करो और सब्सक्राइब करो. ഈ ബംഗാളിൽ നിന്നാണ് വരുന്നേ. ആ ഒരു അറ്റത്തൊരു ജടായുവിൻ്റെ ഒരു ഷേപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്നാൽ അത് വലിയൊരു ജടായുവിൻ്റെ തീം പാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്തായാലും പോവാം. ലോകത്തിന്റെ ഏത് കോണിലും പോയാലും മലയാളികളെ കാണുന്ന ഒരു ഫിലിമത്തെ ഡയലോഗ് ഉണ്ട്. ഇവിടെ അതേപോലെ ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. 8 മലയാളി ഫാമിലീസിനെ ഓൾറെഡി കണ്ടു. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കുറെ പേര് വിദേശത്തു നിന്നും പിന്നെ മെയിൻലി നമ്മുടെ ഇന്ത്യത്തെ കുറെ പേരാണ് ഇവിടേക്ക് വരുന്നത്. ആസാം, ബീഹാർ അങ്ങനെ കുറെ പേരിനെ കണ്ടു, സംസാരിച്ചു. ഒരു നല്ലൊരു വൈബ് ഉണ്ട്, ഒരു സന്തോഷം. നമുക്ക് എല്ലാ ഹിസ്റ്റോറിക് മോണുമെന്റ്സിനും കാണാൻ പോകും.
ഈ സ്റ്റാച്ചു പറയുന്നത് വെറും ഒറ്റ മണിക്കൂർ കൊണ്ട് പണിത സ്റ്റാച്ചു ആണ്. നമുക്ക് ഈ കാലത്ത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകില്ലേ? കാരണം ഈ അമ്മ ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മണിക്കൂർ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള 1 മണിക്കൂർ ടൈമിൽ ഈ ഒരു സ്റ്റാച്ചു പണിതിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഡയറക്റ്റ് ഇതിന്ന് പുറത്തിറങ്ങിയിട്ട് അമ്മ ഇത് നോക്കുമ്പോൾ സാധാരണ പോലെ ഉണ്ടായിരുന്ന കല്ല് എങ്ങനെ ഇത്ര മനോഹരമായി പറഞ്ഞിട്ട് അമ്മ അവിടെ പറയണ ആ ടൈമിൽ കണ്ണ് തട്ടുകയാണ്. അപ്പം നമ്മൾ ഈ കാലത്ത് കണ്ണ് തട്ടൽ എന്ന് പറയുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ്. അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ കിച്ചണിന് ആ ഡോറിന് പുറത്തേക്ക് വരുന്ന ആ ടൈമിൽ അമ്മ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ട് പറയണത് വളരെ നന്നായിട്ടുണ്ട്. കാരണം അത്രയും മനോഹരമായിരുന്നു അത്. കാരണം അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം. അപ്പോൾ അപ്പം തന്നെ ഒരു ക്രാക്ക് വന്നിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ കാലത്ത് സിമെന്റ് കൊണ്ട് മൂടി. ഞാനൊരു മിസ്റ്ററി കണ്ടുപിടിച്ചു ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഇതൊരു കല്യാണ മണ്ഡപമാണ്. ഇത് പകുതിയിൽ വെച്ച് നിന്ന് പോയ ഒരു കല്യാണ മണ്ഡപം. പക്ഷെ ഈ കല്യാണ മണ്ഡപം കെട്ടുന്ന ടൈമിൽ തന്നെ എല്ലാ ദൈവങ്ങളിലെയും ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, 2 ബ്രദേഴ്സ്, വിരൂപ്പനും വീരണ്ണനും. വീരഭദ്രന് വേണ്ടിയിട്ട് ഈ അമ്പലം കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അമ്പലത്തെ ട്രഷറിയിൽ നിന്ന് വീരണ്ണൻ പറഞ്ഞിട്ട് ആള് പൈസ എടുത്തു എന്ന കാരണം അവിടുത്തെ രാജാവ് പറഞ്ഞു എന്നാൽ ഇയാളിനെ അന്ധനാക്കുക, കണ്ണ് 2 എടുത്ത് മാറ്റുക. അപ്പോൾ ആൾക്ക് സങ്കടം വന്നു. കാരണം ഇത്രയും വലിയ മനോഹരമായിട്ടുള്ള ഇത്രയും മോണുമെന്റ്സ് ഒക്കെ കെട്ടിയിട്ട് എന്നിട്ട് വരെ ചെയ്യാത്തൊരു കുറ്റത്തിന് കണ്ണെടുത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് വിഷമം വന്നിട്ട് ഞാൻ ഇത് കെട്ടിയ കാരണം ഇൻ കേസ് എൻ്റെ കണ്ണ് പോണ്ടെങ്കിൽ ഇവിടെ തന്നെ പോകണം പറഞ്ഞിട്ട് ഇട്ട് കണ്ണുകളാണ് അവിടെ. നിങ്ങൾക്ക് ചെറിയൊരു റെഡായിട്ട് കാണുന്നുണ്ടാവും. ആ 2 ഓട്ടകൾ ആളുടെ കണ്ണാണെന്നാണ് പറയണത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ആർക്കിയോളജിക്കൽ സർവേന്ന് അവർ വന്നിട്ട് ഇത് പ്രൂവ് ചെയ്തതാണ് അത് റിയൽ ബ്ലഡ് ആണ്. ഇത് പറഞ്ഞാൽ സീതാദേവി ഭക്ഷണം കഴിച്ചിരിക്കുന്ന പ്ലേറ്റ് ആയിരുന്നു. കാരണം പണ്ടത്തെ ആൾക്കാരുടെ പ്ലേറ്റൊക്കെ ഇത്രയും വലുതായിരുന്നു. ഞാൻ ഈ പ്ലേറ്റ് തന്നെ ഇത്രയും വലുപ്പം ഉദ്ദേശിച്ച അവരുടെ സൈസ് തന്നെ എത്രയുണ്ടാവും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് പറഞ്ഞാൽ കാൽപാദങ്ങൾ, സീതാദേവിയുടെ കാൽപാദം ഒന്ന് അമർത്തി ചവിട്ടിയപ്പോൾ ഇവിടെ കാൽപാദം വന്നു എന്നാണ് പറയണത്. അവരുടെ സൈസ് തന്നെ എത്രയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ വെള്ളം അവിടുന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എത്ര ആയാലും ഈ ഇവിടുത്തെ വെള്ളം വറ്റിപ്പോയില്ല എന്നാണ് പറയുന്നത്. ഒരു കുറച്ചെങ്കിലും അംശം വെള്ളം ഇവിടെ ഉണ്ടാവും. ഇത് പണ്ടത്തെ ആൾക്കാരുടെ എൻ്റെ കാലം കണ്ടില്ലേ, കാണുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്നാലും അവിടെയായിരുന്നു മറ്റേ സീതാദേവിയുടെ. പിന്നെ വലിയൊരു പഴയ ആൾക്കാരുടെ രാജാക്കന്മാർ കെട്ടിയതുപോലെ കൃഷ്ണദേവരായൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഭയങ്കര വലിയൊരു മോണുമെന്റ് പോലെ കോട്ട കെട്ടിയിട്ട് കണ്ടില്ലേ, നല്ല വലിയ ഒരു ചെടി. അത് അമ്പലത്തിൻ്റെ അകത്ത്. ഞാൻ ഇപ്പോൾ അമ്പലം ഫുൾ കാണിച്ചു തന്നു. ഇതിപ്പോൾ വീരഭദ്രൻ്റെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ വീരഭദ്രൻ്റെ അമ്പലം പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, കുറേ പഴയ കാര്യങ്ങൾ, കാസ്റ്റ് സിസ്റ്റം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുന്നത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. വേറെ അമ്പലങ്ങളെ പോലെ അല്ല. ഇത് കുറച്ചും കൂടി ഏൻഷ്യൻറ്റും കുറച്ചും കൂടി ഹൈ പൊസിഷനിൽ നിൽക്കണ കാരണം അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ ഇവിടെ 100 പില്ലേഴ്സ് ഉണ്ട്. പിന്നെ ഓരോന്നിനും ഓരോരോ കഥയുണ്ട് അതിൽ കൊത്തി വെച്ചിരിക്കണത്. ഇപ്പോൾ ഓൾറെഡി എടുക്കുമ്പോൾ തന്നെ നല്ല ലെങ്തിയായി. ഇത് നമ്മൾ വേറെ വല്ല ഗൂഗിളിൽ നോക്കിയാലോ യൂട്യൂബിൽ നോക്കിയാലോ ഉണ്ടാവും. ഗൈസ്, ഇവിടെ ഓരോരോ പില്ലറിലും ഓരോരോ സ്റ്റോറിയാണ്. പിന്നെ ഈ മുകളിലത്തെ ഒക്കെ പെയിൻറ്റിങ്സ്, അതൊക്കെ ഓരോരോ കഥയാണ്. ഇത് പറഞ്ഞാൽ തന്നെ വീഡിയോ ഭയങ്കര ലെങ്തിയാവും ഇത്. അപ്പോൾ ഇത് ഓരോരോ ഇത് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ ആ മുകളിലത്തെ ആ പെയിൻറ്റിങ്സ് എല്ലാം ആ അറ്റം മുതൽ ഈ അറ്റം വരെ 4 സ്റ്റോറീസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഹാങ്ങിങ് പില്ലർ. ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇത് ആക്ച്വലി ഇത് നിലം മുട്ടണില്ല. എനിക്ക് എൻ്റെ വിരലൊക്കെ ഇടാം. ഒരറ്റം മാത്രമേ മുട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും മുട്ടിയിട്ടില്ല. ഇത് വേറെ ആൾക്കാരൊക്കെ കർച്ചീഫ് ഇടും. ഇത് നോക്കും, ഒരു ഫുൾ ക്ലോത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കുകയാണ്. ഗൈസ്, ലേപക്ഷി കാണാൻ വരുന്നവർ മെയിൻലി കാണാൻ പോണത് 3 കാര്യങ്ങളാണ്. ആദ്യത്തെ വീരഭദ്രൻ്റെ ടെമ്പിൾ, അത് നമ്മൾ കണ്ടു. പിന്നെ രണ്ടാമത് ഈ നന്ദീൻ്റെ ഈ ഒരു സ്റ്റാച്ചു. പിന്നെ മൂന്നാമത് ഇപ്പോൾ കെട്ടിയത് ജട്ടായു തീം പാർക്ക്.
പണ്ട് അത് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ നന്ദീൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ ഇത് ഒരൊറ്റ കല്ലിൽ കാർവ് ചെയ്തതാണ്. 1 സ്റ്റോണിൽ ഈ ഫുൾ കാർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇന്ത്യത്തെ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് നന്ദി. ഇതാണ് ഇറ്റ്സ് വെരി ലാർജ്. പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നന്ദി. ഇത്രയും ഡിസൈൻസ് അതും സൂക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ക്രാക്ക് വന്നാൽ പോയി. ഇത് ഫുൾ ഒരൊറ്റ സ്റ്റോണിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നന്ദീൻ്റെ ഒരു വ്യൂ. ഇത്ര ടോളാണത്. ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കാണിച്ചു തന്നില്ല, അത് ഈ ജടായുവാണ്. ആ ഹില്ലിൻ്റെ മുകളിൽ നമുക്ക് പറ്റണമെങ്കിൽ അവിടേക്ക് പോവാം. ഗൈസ് നമ്മുടെ ആദ്യത്തെ 2 കാര്യങ്ങൾ കവറായിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത് ജട്ടായു തീം പാർക്ക്. ഈ ജട്ടായു ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഫുൾ ഔട്ട് സൈഡാണ്. അത് ഈ 3 വീരഭദ്രൻ്റെ ടെമ്പിളും നന്ദിയും പിന്നെ ഈ ജട്ടായു തീം പാർക്ക്, ഇത് 3 അതിൻ്റെ ചുറ്റും പാർക്കാണ്. വീരഭദ്രൻ്റെ ടെമ്പിളിൻ്റെ ചുറ്റും പാർക്കും നന്ദിയുടെ സ്റ്റാച്ചുവിൻ്റെ ചുറ്റും പാർക്കും പിന്നെ ഈ ജട്ടായു തീം പാർക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റും ഫുൾ പാർക്ക്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ ഇത്രയും വലിയൊരു പാറക്കല്ലിൻ്റെ മുകളിലാണ് ഈ ഒരു ജട്ടായുവിനെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടേക്ക് നടന്നു പോകാനും പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി. സാധാരണ നമുക്ക് ജസ്റ്റ് കാണാനല്ലേ പറ്റുള്ളൂ, ഇത് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ഗൈസ് ആ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറാൻ ഇത് മാത്രമേ റൂട്ടുള്ളൂ. പണ്ട് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റെയർസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ജടായുവിൻ്റെ ഒപ്പം പോവാൻ. ഇപ്പോൾ അവിടുത്തെ എൻട്രി ക്ലോസ് ആയിരിക്കുകയാണ്. ഇതേ കാരണം അവിടെ കുറച്ച് ആക്സിഡൻസ് നടക്കണു പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി ഹൈറ്റിൽ ഉള്ള സ്ഥലമായ കാരണം. പക്ഷെ ഇത് പറഞ്ഞാൽ കുറച്ചും കൂടി സേഫ്റ്റി എന്ന രീതിയിൽ ഇത് അലോ ചെയ്യുന്നുണ്ട്. മുമ്പ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ ജടായുവിൻ്റെ അടുത്ത് തന്നെ പോകാൻ. നല്ലൊരു വ്യൂ ആണ് മുകളിൽ നിന്ന്. നമുക്ക് നല്ലൊരു പീക്ക് പോയിന്റ് പോലെ ഗൈസ് ഫ്രിഡ്ജിൽ പെവറാണ് പെവർ. അവിടെ അടിയിൽ അമ്മയും അമ്മൂമ്മയും ഇരിക്കുകയാണ്, അവർക്ക് ഹായ് കാണിക്കുകയാണ് അവൻ. ഇവിടേക്കാണ് നമുക്ക് പോകാൻ പറ്റില്ല പറഞ്ഞു. ആ സ്റ്റേഴ്സിൽ നമുക്ക് പണ്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റണില്ല. കാരണം അവിടെ ആക്സിഡൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഇത് നല്ലൊരു പീക്ക് പോയിന്റ് ആണ്. ഇവിടുത്തെ നല്ല കാര്യം എന്താ പറഞ്ഞാൽ 3 അടുത്തായിട്ടാണ് അവർ പണിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, അതാണ് നന്ദി. നമുക്ക് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ അവിടുന്ന് ഈ ജട്ടായു പാർക്കിലേക്ക്. അപ്പോൾ ഇതാണ് പക്ഷി അമ്പലം. ക്ലിയർ അല്ല. അപ്പോൾ അവിടെ റൂട്ട് എന്താ ഇത് കല്ല്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറേ മലയാളികളെ മീറ്റ് ചെയ്തു. ക്ലിയർ ആണോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എൻ്റെ അച്ഛൻ പ്രത്യൂഷി. ഇതാണ് ജടായു. ഇപ്പോൾ ജടായു തീം പാർക്കിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് കാണുമ്പോഴാണ് അമ്പലം എത്ര വലുതാണെന്ന് അറിയാം. ഫോണിൽ ചിലപ്പോൾ ക്ലിയർ ആവില്ല, എന്നാലും ഈ ലോകം അത് മുന്നോട്ടേക്ക് നിലയറിയാതെ പിന്നോട്ടേക്ക്, ഞാനും അതിൻ പിറകെ പോക്ക്. തലവരയത് എങ്ങോട്ടേക്ക് സ്ഥിതിഗതി വിധി വരച്ചൊരു കൊലച്ചതി, അത് തിരയുമ്പോൾ ഒരു പിടി മറുപടി. കഥ പറഞ്ഞതു മതി, ഇനി തലവിധി മാറ്റാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്ത് തിരിച്ചടി. സരിഗമ പദനീസ അതു നമ്മൾക്കറിയില്ല, അറിയില്ലേൽ പറയില്ല, നുണ പറയില്ലെന്നറിയാല.
ഉപദേശം പോകൂല ഒരു ലെവലേശം അത് വേകൂല എന്റെ നേർക്ക് പോന്നതിന്റെ കാര്യം പോക്ക ഇത് എന്റെ സ്വന്തം വാക്ക